ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. കീം വിദ്യാർത്ഥികളോടാണ്. കീം 2026 പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പേര്, അത് രക്ഷകർത്താക്കൾ ഉൾപ്പെടെ മെസ്സേജ് ചെയ്യുകയുണ്ടായി. കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി ടൈം ടേബിളും അവസാന സമയത്ത് ഒരു സ്ട്രാറ്റജിയും എങ്ങനെ ഉപയോഗിക്കാം. അതിൽ പല വിദ്യാർത്ഥികളുണ്ട്. ചിലർ ആപ്പ് വഴിയൊക്കെ പഠിച്ചിട്ട് അവസാനം ഇപ്പോൾ താളം തെറ്റി നിൽക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. വേറെ ചിലർ ഓൾറെഡി സെൻറ്റേഴ്സിൽ പ്രോപ്പറായിട്ട് പഠിച്ചു പോകുന്നവരുണ്ട്. മറ്റു ചിലർ റെസിഡൻഷ്യൽ സ്കൂളുകളിലൊക്കെ പഠിച്ച് +2 എക്സാമിൻ്റെ ഒരു ഹെക്ടിക് ഷെഡ്യൂളിന് ശേഷം പ്രോപ്പറായിട്ട് എങ്ങനെ അവസാന സമയത്ത് ക്രാഷായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. അപ്പോൾ പല കാറ്റഗറിയിലുള്ളവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന 2026 നമ്മൾ ഈ പബ്ലിക് എക്സാമിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് അവസാന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അത് പ്രധാനമായിട്ടും PVQ സ്ട്രാറ്റജി തന്നെയാണ്. കീം 2026 നിങ്ങൾ ഏപ്രിൽ 13 മുതൽ തുടങ്ങുന്ന പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ പബ്ലിക് എക്സാം കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിൽ എങ്ങനെ പ്രോപ്പറായിട്ട് ആ ടൈം യൂട്ടിലൈസ് ചെയ്യണമെന്നും എങ്ങനെ സിലബസ് തീർത്ത് PVQs മാക്സിമം അനാലിസിസ് ചെയ്ത് കോൺഫിഡൻറ്റോട് കൂടി എക്സാം ഹോളിൽ പോകാമെന്നും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. സോ സ്റ്റഡി പ്ലാൻ അടങ്ങുന്ന PDF അതുപോലെ തന്നെ 2018 മുതൽ നിങ്ങളുടെ കീമിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ PVQs എന്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ. കീം 2026 സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ കാണുന്ന, യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ കീം വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ട്, മെഡിക്കൽ അഡ്മിഷൻ സീക്ക് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കീം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. പുതുതായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. സോ എന്തായാലും ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഈ 2 കാര്യങ്ങൾ, പ്രധാനമായിട്ട് നമ്മുടെ കീം സ്റ്റഡി പ്ലാൻ ആണ്, മറ്റൊന്നെന്ന് പറയുന്നത് നിങ്ങളുടെ PVQസിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ആ സ്റ്റഡി പ്ലാനും കൂടി റെഫർ ചെയ്ത് ഇപ്പോഴേ തയ്യാറാകുക എന്നുള്ളതാണ്. റിപ്പീറ്റേഴ്സിന് കുറച്ചുകൂടി സമയം കിട്ടും. എന്തായാലും നിങ്ങൾ ഒരുമിച്ചാണ് മത്സരിക്കാൻ പോകുന്നത്. കീം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ റിപ്പീറ്റേഴ്സോ ഫ്രഷേഴ്സ് അങ്ങനെ സെപ്പറേറ്റ് അല്ല. സോ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പരീക്ഷ വളരെ ഈസി ആയിട്ട് തന്നെ ഉയർന്ന റാങ്കുകളിലേക്ക് മേടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ്, ഇഷ്ടമുള്ള കോളേജിൽ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. സോ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം, കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് കാണാം. ബൈ.